ഇനി നമ്മുടെ വീഡിയോ കാശ്മീരിലോട്ടുള്ള യാത്ര കേട്ടോ. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ പോവാണ്. ഡൽഹിയിൽ നിന്ന് നമ്മൾ അതിരാവിലെ തന്നെ പുറപ്പെട്ടു കേട്ടോ. അപ്പോഴാണ് നമ്മൾ അവിടെ എന്നാലും അന്നത്തെ ദിവസം എത്തൂല. അപ്പം എത്രയും പെട്ടെന്ന് പോവാണെങ്കിൽ എത്രയും നല്ലല്ലേ. അപ്പം ഞങ്ങൾ വണ്ടി പുറപ്പെട്ടു. ഭയങ്കര 800-850 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഒരു സന്തോഷമല്ലേ കാശ്മീരിൽ നമ്മൾ എത്തിപ്പെടും. അങ്ങനെ ഒരു ഇത് നമുക്ക് ചിന്തയില്ലല്ലോ. നമ്മൾ പോകുമെന്നുള്ള കാര്യത്തിൽ വലിയ ഇതൊന്നുമില്ല. കാശ്മീരാണ് പോകുന്നതെന്നുണ്ട്. പക്ഷേ ഡൽഹി വന്നിട്ട് നമ്മൾ പോകണമെന്ന് കറക്റ്റായിട്ട് പ്ലാനൊന്നും ഇട്ടില്ല. പിന്നെ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഒരു തീരുമാനം. അപ്പം നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു. ഇന്ന് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇട്ടാണ് പോകുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ തന്നെയാണ്. ഭക്ഷണം കഴിക്കണം. നമ്മുടെ നാട്ടിലെ പോലെ ഹോട്ടലുകളോ നമുക്കിപ്പോൾ രാവിലെ തന്നെ നമ്മുടെ നാട്ടിൽ എവിടെ ഇറങ്ങിയാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മുടെ നാടൊന്നും പറയാൻ പറ്റില്ല. സൗത്ത് ഇന്ത്യ മൊത്തം അങ്ങനെ കിട്ടുമല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. തുറന്ന് പറഞ്ഞാൽ 12 മണിയാവും. അങ്ങനെ നമ്മൾ പോകുമ്പം ഗോതമ്പ് ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുവാണ്. എനിക്കത് കണ്ടപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ തോന്നി. എന്ത് രസമാണെന്നറിയാം. നല്ല സ്വർണ്ണം വിളഞ്ഞ് നിൽക്കുന്ന പോലെ. അപ്പം അതിൻ്റെ അകത്ത് ഇറങ്ങി കുറച്ച് ഗോതമ്പൊക്കെ പറിച്ച് ഉണ്ടോ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. അത് രാവിലെയാണ് ഈ പരിപാടി മുഴുവനും കേട്ടോ. ഇനിയിപ്പം കാരണം നമ്മൾ ഇനി അങ്ങോട്ട് പോയെങ്കിൽ ഗോതമ്പ് കാണാൻ പറ്റുമല്ലോ. ഓരോ സ്ഥലത്ത് ഓരോ കൃഷിയാണല്ലോ. അങ്ങനെ ഗോതമ്പിൻ്റെ അകത്ത് കയറിയിരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഗോതമ്പിൻ്റെ അകത്തുനിന്ന് വരാൻ തോന്നുന്നില്ല കേട്ടോ. അതിൻ്റെ അകത്ത് ഇരിക്കാൻ തോന്നും. അങ്ങനെ തന്നെ നെൽപ്പാടമൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഗോതമ്പ് വിളഞ്ഞ് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ടുള്ള നമ്മൾ ആദ്യമായിട്ടൊരു സംഭവം കാണുമ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാകുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു മനസ്സിന് സന്തോഷമായിരിക്കും. അപ്പം പോകാമെന്ന് പറഞ്ഞിട്ട് എനിക്കിനകത്ത് വരാൻ തോന്നണ്ടേ. അപ്പം ഞാനിങ്ങനെ കതിര് കുറച്ച് പറിച്ചെടുത്തിട്ട് നല്ല ഉണങ്ങി നിൽക്കുവാണ്. നമുക്കിത് വേണമെങ്കിൽ ഇപ്പം കൊണ്ടേ പൊടിച്ചെടുക്കാം. അത്രയും ഇതുണ്ടോ അതിൻ്റെ മണി. എന്ത് രസമാണ്. ഞാൻ കുറേ വണ്ടിയിൽ ഇരുന്ന് കഴിക്കുകയും ചെയ്തു. പണ്ട് പാലക്കാട് പോയപ്പം നെൽക്കതിര് പറിച്ചിട്ട് നമ്മൾ കഴിച്ച ഓർമ്മയുണ്ടോ? ഞാനും മറ്റേ ഡയമണ്ട് കപ്പലിൻ്റെ കൂടെ നമ്മൾ അവിടെ എത്തുന്നവരെ ഇത് നെല്ല് കഴിക്കലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നമ്മളെവിടെയായിരുന്നു പോയത്? നെല്ലിയാമ്പതി. നമ്മുടെ നാട്ടിൽ ഞാനിങ്ങനെ ഏക്കർ കണക്കിനൊന്നും അല്ല, കിലോമീറ്റർ കണക്ക് ഒരു സംസ്ഥാനം മുഴുവൻ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നതൊന്നും കണ്ടില്ല കേട്ടോ. നമുക്കൊക്കെ ആണെങ്കിൽ രാജസ്ഥാനിലുണ്ടായിരുന്നില്ലേ? അതാ പറഞ്ഞ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലാണ് കുറച്ച് റബ്ബർ, കുറച്ച് കശുവണ്ടി അങ്ങനെയല്ലേ കാണുള്ളൂ. ഇത് നോക്കത്താ ദൂരത്ത് എവിടെ ചെന്നാലും അങ്ങനെ. ഇപ്പോൾ ഹരിയാനേൻ്റെ വണ്ടി ഹരിയാനയല്ല, ഹിമാചൽ പ്രദേശായിരുന്നു. ഞാൻ വായിച്ചു കേട്ടോ. ഹിമാചൽ ഇതാ ട്രാൻസ്പോർട്ട്. അങ്ങനെ നമ്മൾ കുറേ യാത്ര ചെയ്ത് വന്നപ്പോൾ വലിയൊരു ഹോട്ടലുണ്ട് കേട്ടോ. ഹോട്ടൽ കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. എല്ലാം ഡാബയല്ലേ. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയപ്പം ഇന്നത്തെ എന്തെങ്കിലും ഉണ്ടാവും. ഒന്നാമത്തെ പ്രശ്നം എല്ലായിടത്തും വെച്ചാ. എൻ്റെ ദൈവം, ഇവിടെ ഒരു മുട്ട കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ ആരോടെങ്കിലും? ഞാനിങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളവിടെ ഇറങ്ങിയപ്പോൾ നല്ല കാഴ്ചകളൊക്കെയാണ്. കാഴ്ചകളും മനോഹരമാണ്. ഹോട്ടലിൻ്റെ ബാത്റൂം പോലും സെറ്റപ്പാണ്. എന്ത് ഭംഗിയാണ് കാണാൻ. നമുക്ക് ഡ്രസ്സ് മാറാനും നല്ലൊരു സ്മെല്ലായിരുന്നു. എന്താണ് അവരത് സ്പ്രേ ചെയ്തൊക്കെ അറിഞ്ഞൂടാ. പക്ഷെ ഭയങ്കര ഒരു സ്മെല്ലായിരുന്നു. അപ്പോൾ ഹോട്ടലിൻ്റെ അകത്ത് എന്തായിരിക്കും അറിയാമല്ലോ. അപ്പോൾ ഇവിടെ കുറേ ചേട്ടായി അമ്മൂനും പാവയൊക്കെ നോക്കി പോയിട്ട് അതേപോലെ തിരിച്ചു വന്നു. നല്ല പൈസയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ കാര്യത്തിനും റേറ്റ്. നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യ ഞാൻ വിചാരിച്ച നമ്മുടെ നാട്ടിലായിരിക്കും ഭയങ്കര ഇതെന്ന്. പക്ഷെ അല്ല. എന്നിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ കുറേ നടന്ന് നല്ല രസമല്ല. വരുന്നവരൊന്നും ഫുഡ് കഴിക്കുന്നത് ഞാൻ കണ്ടില്ല. അവിടെ വന്നിട്ട് എല്ലാവരും വാഷ്റൂം പോകും. പിന്നെ കുറേ ഫോട്ടോസ് എടുക്കും. കാരണം അത്രയും സെറ്റപ്പ് ആയിരുന്നു അല്ലേ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന അടിപൊളി സ്റ്റൈലായിരുന്നു. ഞങ്ങൾ ഫുഡ് നോക്കിയത് ഈ സൈഡിലെ ഷോപ്പിലാട്ടോ. അവിടെ എന്താ മസാല ദോശ ഈ ഒരു ഷോപ്പിൽ ഫുഡ് കോർട്ടല്ലേ ഇവിടെയാണ് നോക്കിയത് കേട്ടോ. നോക്കിയപ്പോൾ എന്താ ഭട്ടൂര, മസാല ദോശ. എല്ലാ ദിവസവും ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട സെയിം സാധനങ്ങൾ. അത് തന്നെ. മസാല ദോശ അധികം കണ്ടിട്ടില്ല. അതാദ്യമായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. പക്ഷെ ഇവിടെ പ്ലെയിൻ ദോശയ്ക്ക് വരെ ഭയങ്കര പൈസയായിരുന്നു. 250 രൂപ അല്ലേ. നമ്മുടെ പോലത്തെ ഒന്നും അല്ലാന്ന് താനും. എനിക്ക് അറിഞ്ഞൂടെ എന്താന്ന്. പിന്നെ നമ്മൾ കുറേ ഫോട്ടോ എടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു മെച്ചമുണ്ടായി. വാഷ്റൂമിലും പോകാൻ പറ്റി അല്ലേ. എന്ത് രസമാണെന്ന് പറയാം കാണാൻ. അതാണ് വരുന്നവർ മൊത്തം ഇവിടെ വന്ന് ഫോട്ടോസ് എടുത്തിട്ട് പോകുന്നത്. നല്ല വെള്ളച്ചാട്ടമല്ല എന്നാ അതിന് പറയാ, ഫൗണ്ടെയിൻ. അതും ഹോട്ടൽ വലിയ സൂപ്പറാണ് കേട്ടോ. അതിൻ്റെ അകത്തൊന്നും നമ്മൾ കയറിയിട്ട് പോലും ഇല്ല. പിന്നെ ഇവിടെ ഇരുന്ന് കുറേ വീഡിയോ എടുത്തു. കയറിയാലും സെയിം ഫുഡാ, സാധാ അല്ല, ഈ സെയിം ഫുഡായിരുന്നു അതിൻ്റെ മെനുവിലുണ്ട്. പിന്നെ കുറച്ചും കൂടെ കാശും കൊടുക്കേണ്ടി വരും.
ഇരിക്കുന്ന സെറ്റപ്പിന്. പിന്നെ നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്ത് പട്ടിണിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും നമുക്കൊക്കെ രാവിലെ ഏറ്റവും ഒരു ചായ കിട്ടുന്നതിനുള്ള ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പോയ വഴിയിലൊക്കെ എനിക്ക് എന്തൊക്കെയോ ചായകളാണ് കണ്ടത്. സാധാ ഒരു ചായ ഓർഡർ ചെയ്താൽ അതിനകത്ത് കുറേ മസാലയൊക്കെ വാരിയിട്ട് വരും. അങ്ങനെ നമ്മൾ കുറേ ദൂരം ചെന്നപ്പോഴാണ് കാണുന്നത് എൻ്റെ ലക്ഷ്യസ്ഥാനം എന്ന് പറയില്ലേ നമ്മൾ, പച്ചക്കറി തോട്ടം. പറയാൻ വയ്യ, അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. നോക്കത്താ ദൂരത്ത് പടർന്ന് കിടക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് ഗോതമ്പാണെങ്കിൽ ഇനിയൊരു സ്ഥലത്ത് വേറെ ആയിരിക്കും. ഇവിടെ മറ്റേ ഉള്ളി, സവോളയില്ലേ, സവോള ഞാൻ വലിച്ച് പറിക്കുന്ന സവോള കേട്ടോ. അവിടെയുള്ള ചേട്ടനാണെങ്കിൽ പാവം, അവിടെ ഒരു ഹിന്ദി നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ പുള്ളി എന്തൊക്കെയോ പറഞ്ഞു. വഴി വരെ വന്നിട്ട് തിരിച്ചു വന്നു. പുള്ളിയോട് എന്തൊക്കെയോ സംസാരിച്ചായിരുന്നു. പിന്നെ ഇവിടെ കോളിഫ്ലവർ, പിന്നെ ഈ സൂര്യകാന്തി, ക്യാബേജും ഉണ്ട്, കോളിഫ്ലവറും ഉണ്ട്. സൂര്യകാന്തി ഇല്ലേ, സൂര്യകാന്തി പൂ മുട്ടിട്ട് വരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ പൂ വിരിയാനായിട്ട് വരുന്നുള്ളൂ. അതൊക്കെ പൂ വിരിയുമ്പോൾ വരണം. ആ മഞ്ഞ പാടത്തിൻ്റെ അകത്ത് നിന്നൊരു വീഡിയോ ഒക്കെ എടുക്കണം. ഇത് കോളിഫ്ലവറാണെന്ന് തോന്നുന്നു. കോളിഫ്ലവർ ഇവിടെ ഒരു ചേട്ടൻ പറിച്ചെടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു ഉള്ളി പറിച്ചെടുത്തു. ഒരു സവോള വലുതായി വരുന്നുള്ളൂ. ഫ്രഷാണ്, എന്നാലും ഇതാണ്ട കോളിഫ്ലവർ. ഇതാണ് കോളിഫ്ലവർ. ഞാനിങ്ങനെ ഇലേൻ്റെ അകത്തായതുകൊണ്ട് ഇങ്ങനെ വിടർത്തി നോക്കിയതാണ്. വെയിലത്താണെങ്കിലും കൃഷി കണ്ടപ്പോൾ എനിക്ക് പോകാൻ തോന്നുന്നില്ല. പിന്നെ തക്കാളി, മല്ലിയില, പുതിന, ഇത് ഉലുവയില. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ കാണുന്നത്, ഉലുവയിലൊക്കെ. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ കർണാടകത്തിൽ ഞാൻ കണ്ടിട്ടില്ല, മല്ലിയിലയിലും കണ്ടിട്ടുണ്ട്. തക്കാളി ഇഷ്ടം പോലെ കേട്ടോ, പഴുത്ത ഇതിൻ്റെ ഇടയിൽ കൂടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ആദ്യം എടുത്തൊക്കെ പച്ചയാണ്. നല്ല രസമെങ്കിൽ നാട് പോലെയൊക്കെ തോന്നും. ഇങ്ങനെ ഈ ചാല് കയറിയിട്ട് വെള്ളമെല്ലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാഴത്തോട്ടത്തിലൊക്കെ ഒഴുകുന്ന പോലെ നല്ല രസമാണ്. തക്കാളി കുറേ ഉണ്ട് വിളഞ്ഞ് നിൽക്കുന്നു, പഴുത്ത് ഒരു പറിക്കൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇതുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ പഴുത്ത തക്കാളി ഉണ്ട്. പിന്നെ മല്ലിയില ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. കടുകെല്ലാം ഇങ്ങനെ പറിച്ചിട്ടേക്കുവാണ് ഉണങ്ങാൻ വേണ്ടി. വേണ്ടോ തക്കാളി പഴുത്ത് നിൽക്കുന്നു. കടുക് എടുത്ത് കാണിക്കുന്നുണ്ട്. അതാ കടുക് ഇതുണ്ടോ, ഇതാണ് കടുക് ഉണങ്ങാനിട്ടതോ. അപ്പം അതിൻ്റെ നല്ലോണം ഉണങ്ങി കഴിയുമ്പോൾ അതൊന്നും അവരെടുക്കുന്ന വെയിലത്തിട്ടേക്ക് ഉണങ്ങാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ കേട്ടോ. നമ്മൾ കാശ്മീരോട്ടുള്ള യാത്രയിൽ വിളവെടുപ്പും കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് തക്കാളിയും കിട്ടിയിട്ടുണ്ട്. ചേട്ടായ വണ്ടിയിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത കാഴ്ചകളായിട്ട് കാണാം. ബൈ.